എടാ എവിടെ പോയി? ഞാൻ അത് ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടി വരിക. നീ ഇതങ്ങോട്ട് ഞാൻ അമ്പലത്തേക്ക് ഇറങ്ങിയടാ. എന്ത് കോലാണ്ടത്? നീ എന്തൊക്കെ പറഞ്ഞ നടന്നാനാ? വലിയ നിരീശ്വരവാദിയൊക്കെ ആയിരുന്നല്ലോ. ശരിയാ, കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ടാകുന്ന വരെ ഞാനായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി. ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഞാനും എന്റെ ഭാര്യയും വിചാരിച്ചത് ഞങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷെ ഒരു വയസ്സായിട്ട് അവൻ കാലനക്കാതായപ്പോ ഞങ്ങൾ ശരിക്കും തളർന്നടാ. അപ്പൊ അവന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടിക്കളിക്കുന്ന കാണുമ്പോൾ ഉള്ളിലൊരു പെടച്ചലാ. എന്റെ മോൻ കാലിൽ നിറയെ തുന്നിക്കെട്ടലുകളായിട്ട് ഇപ്പൊ വീട്ടിലിരിപ്പാ. അവൻ ഇനിയും ഒരു സർജറി കൂടെ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടകാലം വരുമ്പോഴല്ലേ എല്ലാരും ഈ ദൈവത്തിനെയൊക്കെ കൂടെ കൂട്ടുള്ളൂ. എടാ, ഞാൻ ഈ അമ്പലങ്ങളിൽ കയറി ഇറങ്ങുന്നത് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ദൈവത്തെ കൂട്ടി വിളിച്ചല്ല. എല്ലാത്തിനും മുകളിലൊരു ശക്തിയുണ്ട്, അതെന്റെ മോനെ രക്ഷിക്കുന്നുള്ളൊരു വിശ്വാസം. അതെന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനാണ്. എന്റെ മനസ്സ് കൈവിട്ടു പോകാതെ. അതൊക്കെ ശരിയാവും. അപ്പൊ ഈ ചെലവിന് കാശ് കാര്യങ്ങളൊക്കെ ഭഗവതി ഒരു വിഗ്രഹം ഞാനങ്ങ് എടുത്തു. അത്യാവശ്യം മാർക്കറ്റുള്ള തന്നെ, നല്ല പൈസ കയറി പോട്ടാ.